കർത്താവിന്റെ സാന്നിധ്യത്തിലും കർത്താവിന്റെ കൂട്ടായ്മയിൽ നടന്നേ. അത്ഭുതം 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 പറയുന്നിടത്തല്ല, കർത്താവുമായിട്ട് നടന്നോ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി. അത്ഭുതം എപ്പോഴാ വേണ്ടിയേ? പ്രതിസന്ധി ഉള്ളപ്പോൾ. എന്നാൽ നിങ്ങളും ഞാനും ജീവിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് ഭയത്തിൽ നിൽക്കുന്നവർ, ആണ്ട് എൻ്റെ വിവാഹം തകർന്നു, എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ചു പോയി, എൻ്റെ ഭാര്യ എന്നെ ഇട്ടേച്ചു പോയി. ഭാര്യയും ഭർത്താവും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടേച്ചു പോയി, പക്ഷേ കർത്താവ് നിങ്ങളെ ഇട്ടേച്ചു പോകും. ആണ്ട് ആ ബാങ്കുകാർ ലോൺ തരാമെന്ന് പറഞ്ഞാൽ അത് തരുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? സ്രോതസ് നിന്റെ കയ്യിലായിരിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ആണ്ടേ എൻ്റെ കൂട്ടുകാരും അവരൊക്കെ എന്നെക്കാളും വലിയ വലിയ പോസ്റ്റായി. ആയിക്കോട്ടെ, പക്ഷെ കഥ അവസാനിച്ചിട്ടില്ല. ഞാൻ നിന്റെ കൂടെ, ലിവിങ് ആൻഡ് അബൈഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്നിൽ വസിപ്പിക്കും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യും, അതിലധികമായി ചെയ്യും. കാര്യം ഞാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് പോയി ഇരിക്കാൻ പോവാ. ഇരിപ്പുണ്ട് അവിടെ യേശു. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവാണ്. അകത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. പിശാച് മോഷ്ടിച്ചത് തിരിച്ചു കൊണ്ടുവരാൻ യേശുവിന്റെ നാമത്തിൽ കഴിയും. ഇരിക്കുന്ന ഭവനങ്ങൾ, ഓടുന്ന വാഹനങ്ങൾ, എവിടെയാണോ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മുഴുവൻ ദൈവ സാന്നിധ്യവും മഹത്വവും ഇറങ്ങട്ടെ.